പുരാതന അറേബ്യൻ സംസ്കാരത്തിൻ്റെ അവശേഷിപ്പുകളും നിഗൂഢതകളും. വിയർക്കുന്ന മരുഭൂമിയിലെ ജ്വലിച്ച തീഗോളത്തിൻ്റെ ഒരു കഥ. ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന അബുദാബി ഹെർത്തിൽ വില്ലേജ്. പുരാതന വസ്തുക്കൾ കൊണ്ട് ഭൂതകാലത്തെ ഒരു ആകർഷണീയമായി തീർക്കുന്ന അബുദാബി ഹെർത്തിൽ വില്ലേജ്. പഴയ യുഎഇൻ്റെ ചരിത്രമാണ് ഈ ഹെർത്തിൽ വില്ലേജിലൂടെ നമുക്ക് കോർത്തിണക്കാൻ പറ്റുന്നത്. കല്ലും മണ്ണും മരവും കൊണ്ട് പണ്ടുകാലത്ത് മരുഭൂമിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചെറു കുടിലുകൾ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ വീടിന് ചുറ്റും വേലി കെട്ടും. അതേപോലെ മരുഭൂമിയിൽ കാണുന്ന കുറ്റിച്ചെടികൾ കൊണ്ടുള്ള ഒരു വേലി. ശീതപാനീയങ്ങളും അറേബ്യൻ സുലൈമാനിയെല്ലാം കൊടുത്ത് സന്ധ്യാസമയങ്ങളിൽ വിശ്രമിക്കുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. ഹെർത്തിൽ വില്ലേജിൻ്റെ ഉള്ളിലായിട്ട് പല സെക്ഷനായിട്ടാണ് ഈ മ്യൂസിയം വേർതിരിച്ചിരിക്കുന്നത്. നമ്മളെ ചെന്ന സമയത്ത് പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. മുമ്പ് ഒന്നും കാണാത്ത കാഴ്ചകളാണ് നമുക്ക് ഇവിടുത്തെ ഹെർത്തിൽ വില്ലേജിന് കാണാൻ പറ്റിയത്. പരമ്പരാഗതമായിട്ടുള്ള നൂല് കൊണ്ടുള്ള നെയ്ത്തും ഇവിടെ വേറിട്ടൊരു കാഴ്ചയാണ്. നമുക്ക് ചരിത്രത്തെ ഒന്നും കൂടി ഓർത്തെടുക്കാനുള്ള രീതിയിലാണ് ഇവിടുത്തെ എല്ലാ കാഴ്ചകളും. തികച്ചും ഫ്രീ എൻട്രിയാണ് ഹെർത്തിൽ വില്ലേജിലുള്ളത്. രാവിലെ 9 മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് പ്രവേശന സമയം. മരുഭൂമിയിൽ കാണുന്ന ചെറിയ ചെടികളും മരങ്ങളും കൊണ്ടുള്ള ചെറിയ കുടിലുകളും നമുക്ക് ഇവിടെ കാണാം. എല്ലായിടത്തെയും പോലെ തന്നെ ചൂടിനെ അതിജീവിക്കാൻ മരുഭൂമി മരത്തെ ഒരുപാട് ആശ്രയിച്ചിരുന്നു. വിദ്യാർത്ഥികൾക്കൊക്കെ പഠിക്കാൻ ഒരുപാട് യൂസ്ഫുൾ ആവുന്നുണ്ട് ഈ മ്യൂസിയം. കുടിവെള്ളത്തിന് വേണ്ടി മരുഭൂമിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചെറിയ കിണർ. പണ്ടത്തെ ഒരു നിസ്കാര പള്ളിയും ഈ മ്യൂസിയത്തിനോട് ചേർന്ന് നമുക്ക് ഇവിടുന്ന് കാണാം. കാലത്തെ പോലും ഓർമ്മിപ്പിക്കുന്ന പണ്ടത്തെ യുഎഇ രാജാവിൻ്റെയും ഭരണകർത്താക്കന്മാരുടെയും പല ഫോട്ടോസും നമുക്ക് ഇവിടുന്ന് നേരിട്ട് കാണാം. പണ്ട് കാലത്ത് സ്വയം സുരക്ഷയ്ക്ക് വേണ്ടി അരയിൽ വെച്ചിരുന്ന കത്തി മുതൽ യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന വാളും ഗണ്ണും വരെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇതൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിൽ വന്നത് മുൻപ് പാഠപുസ്തകത്തിൽ പഠിച്ചിരുന്ന യുദ്ധങ്ങളായിരുന്നു. തികച്ചും ഒരു വേറിട്ടൊരു കാഴ്ച അല്ലെങ്കിൽ ഒരു മെസ്സേജ് ആണ് ഈ പുതുതലമുറയ്ക്ക് ഈ ഹെർത്തിൽ വില്ലേജ് നൽകുന്നത്. പുരാതന കരകൗശല വസ്തുക്കളും പണ്ടത്തെ വാച്ചൊക്കെ കാണുമ്പോഴും നമുക്കും ഒരു കൗതുകമാണ്. പണ്ടുകാലത്ത് കൈകൊണ്ട് എഴുതിയ വിശുദ്ധ ഖുർആൻ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പല രാജ്യങ്ങളുടെ നാണയങ്ങൾ. മ്യൂസിയത്തിനുള്ളിലെ ഈ പടവോളം പരിചയമെല്ലാം നമ്മളെ കൊണ്ടുപോകുന്നത് ഭൂതകാലത്തേക്കായിരുന്നു.
പണ്ട് ഉപയോഗിച്ചിരുന്ന നെക്ലസുകളും ആഭരണങ്ങളും ഇപ്പോഴും അതിനൊരു കോട്ടവും തട്ടില്ല. ചരിത്രം തേടിപ്പോകുന്നവർക്ക് ഒരു വഴികാട്ടിയും അറേബ്യൻ സംസ്കാരം തേടി വരുന്നവർക്ക് ഒരു വഴികാട്ടിയുമാണ് ഈ ഹെർട്ടിൽ വില്ലേജ്. ഹെർട്ടിൽ വില്ലേജിൻ്റെ ലൊക്കേഷൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മൺപാത്രങ്ങളും ലോഹ നിർമ്മിതികളൊക്കെ ചരിത്രത്തിലേക്കാണ് വഴി തുറക്കുന്നത്. മൃഗങ്ങളുടെ തോല് ഉപയോഗിച്ച് ഹാൻഡ് ബാഗ് ഉണ്ടാക്കുന്ന ഒരു സെക്ഷനാണ് ഇവിടെ. മ്യൂസിയത്തിൽ തന്നെ മൃഗങ്ങൾക്കൊരു ഫാമുണ്ട്. അവിടെ ഈ ആടും മാടും മാനൊക്കെ കാണുമ്പോൾ നമുക്കൊരു കുളിർമയാണ്. UAE കണ്ടെത്തിയ വലിയ ഫോസിലുകളുടെ ഒരു മോഡൽ തന്നെ നമുക്ക് ഇവിടുന്ന് കാണാൻ കിട്ടും. ഹെർട്ടിൽ വില്ലേജിൽ കാണുന്ന ഈ UAEൻ്റെ കൊടിയാണ് അബുദാബിയിലെ ഏറ്റവും വലിയ കൊടി. ഏകദേശം 50 സ്റ്റുഡൻസ് കൈകൊണ്ടുണ്ടാക്കിയ ഒരു കൊടിയാണെന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ ഈ മ്യൂസിയത്തിൻ്റെ അടുത്ത് തന്നെയാണ് അബുദാബി വ്യൂ പോയിൻ്റ് ഉള്ളത്. നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ അബുദാബി സിറ്റിൻ്റെ ഒരു ചെറിയൊരു ഭാഗം കാണാൻ കിട്ടും. ഞാൻ ഇവിടെ ചെന്നത് ബസ്സിലായിരുന്നു. ആദ്യം ചെന്നതുകൊണ്ട് എനിക്ക് സ്ഥലമൊന്നും അറിയാത്ത കാരണം ഏകദേശം ഒരു 4 കിലോമീറ്ററോളം ഞാൻ നടന്നിട്ടുണ്ടാവും. എന്നാലും കുഴപ്പമില്ല. ചായ കുടിക്കാൻ ചെന്ന സമയത്ത് ഒരു ബിരിയാണി കിട്ടിയ ഒരു ഫീലായിരുന്നു എനിക്ക്. ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ചിലവർക്ക് ഒരു അൺഎക്സ്പെക്റ്റഡ് മൊമെൻ്റ് ആയിരിക്കും. എന്താ വെച്ചാൽ കാണാത്തത് കാണുമ്പോൾ നമ്മളൊന്നും ജീവിതത്തിൽ അങ്ങനത്തെ സംഭവങ്ങൾ കണ്ടിട്ടേ ഉണ്ടാവില്ല. ഈ പുരാതന വസ്തുക്കളോ അങ്ങനത്തെ ഒരു ശേഖരണമോ ഇതുവരെ കണ്ടിട്ടേ ഉണ്ടാവില്ല. അങ്ങനെ ആദ്യമായിട്ട് ഒരു കാണുമ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് മൂവ്മെൻ്റ് ആയിരുന്നു എനിക്കുണ്ടായത്. എന്താ വെച്ചാൽ നമ്മൾ പ്രൊഫഷണൽ അല്ലാത്ത ആൾക്കാർ കാരണം നമുക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ അറിയാനുള്ള ആഗ്രഹം കാരണം കൂടെ ഉണ്ടായിരുന്ന ഒരു ഫോറിൻകാരൻ്റെ അടുത്ത് എൻ്റെ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയാവുന്ന ഇംഗ്ലീഷിൽ അങ്ങേർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ചോദിച്ചത്. മറുപടി ഒരു വിചിത്രമായിരുന്നു. ഇവിടുത്തെ സ്വദേശികൾ അവിടെ വരുന്ന വിസിറ്റേഴ്സിനെ നല്ല ബഹുമാനപൂർവ്വമാണ് സ്വീകരിക്കുന്നത്. ഇല്ലാത്തവനില്ല, ഉള്ളവനില്ല, കറുത്തവനില്ല, വെളുത്തവനില്ല, എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു കൂട്ടരായിട്ടാണ് എൻ്റെ കണ്ണിൽ എനിക്ക് തോന്നിയത്. മ്യൂസിയത്തിലെ ആൾക്കാരാണ് ഈ താറാവിനെയെല്ലാം വളർത്തുന്നത്. എന്നെ കണ്ടപ്പോൾ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും തിന്നാൻ കിട്ടുമോ എന്ന് വിചാരിച്ചു. അബുദാബി വ്യൂ പോയിന്റിനോട് ചേർന്ന് തന്നെയാണ് ഈ മ്യൂസിയം ബീച്ചെല്ലാം ഉള്ളത്.
ഇവിടുത്തെ ക്ലൈമറ്റും മൃഗങ്ങളും അറ്റ്മോസ്ഫിയറും കാലാവസ്ഥയും നിങ്ങളൊരു വേറൊരു ലോകത്താണ് കൊണ്ടുപോകുന്നത്. ഇവിടെ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വീണ്ടും വീണ്ടും വരാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും. അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഈ മ്യൂസിയം ഒരുക്കിയിരിക്കുന്നത്.